റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സമസ്തയിലെ വിഭാഗീയത അവസാനിപ്പിക്കാൻ ലീഗ് അനുകൂല വിരുദ്ധ ചേരികളെ ചർച്ചയ്ക്ക് വിളിച്ച നേതൃത്വം. അടുത്ത മുഷാവറ യോഗത്തിന് മുൻപ് ചർച്ച നടത്തി പരിഹാരം കാണുമെന്ന് നേതൃത്വം ഉറപ്പു നൽകി. ഇരു ചേരികളെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്തും. ഇതോടെ ലീഗ് അനുകൂല ചേരിയായ സമസ്ത ആദർശ സംരക്ഷണ സമിതി ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കി. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി, മുഷാവറ യോഗം 11-ാം തീയതിയാണ്. അതിനു മുൻപ് ഒരു പരിഹാരത്തിലെത്തുക, അതാണോ നേതൃത്വം ലക്ഷ്യമിടുന്നത്? സുജ, ഈ മാസം ചേരുന്ന മുഷാവറ യോഗത്തിന് മുമ്പ് തന്നെ ഒരു പ്രാഥമികമായ ഒരു പരിഹാരം കാണാൻ തന്നെയാണ് ഇപ്പോൾ സമസ്ത നേതൃത്വം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം ലീഗ് അനുകൂല ചേരികളുടെ ഒരു വാർത്താ സമ്മേളനം, അഥവാ ഈ അനുകൂല ചേരി പുതുതായി ഒരു സംഘടന തന്നെ രൂപീകരിച്ചിരുന്നു. സമസ്തയ്ക്കകത്ത് തന്നെ ഒരു പുതിയ സംഘടന, അഥവാ ആദർശ സംരക്ഷണ വേദി എന്ന പേരിലായിരുന്നു ഈ സംഘടനയുടെ രൂപീകരണം. ഈ സംഘടന ഇന്ന് ഈ കൂട്ടായ്മ ഇന്ന് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തിരുന്നു. ആ നിശ്ചയിച്ച വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ അവസാന സമയത്ത് റദ്ദാക്കിയിരിക്കുന്നത്. അതിന് പ്രധാന കാരണമായി നേതാക്കൾ വ്യക്തമാക്കുന്നത് സമസ്തയുടെ നേതൃത്വം അല്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സമസ്തയുടെ ലീഗ് അനുകൂല ചേരികളെയും ലീഗ് വിരുദ്ധ ചേരിയും രണ്ടു ചേരിയും ഒരുമിച്ചിരിച്ച് ചർച്ച നടത്തി എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ഇന്ന് നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ലീഗ് അനുകൂല ചേരിക്ക് നൽകിയിരിക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് തന്നെ അവർ ആ വാർത്താ സമ്മേളനം റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഏതൊക്കെ വിഷയങ്ങളിൽ ഇനി പരിഹാരം കാണും എന്നുള്ളത് കൂടിയാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് സുപ്രഭാതത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പരസ്യം മുതൽ അങ്ങോളം ഒരു നീണ്ടു നിൽക്കുന്ന വലിയൊരു വിവാദം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പട്ടിക്കാട് ജാമ്യ യൂണിയൻ സമ്മേളനത്തിൽ നിന്നും ചില പ്രഭാഷകരെ മാറ്റി നിർത്തിയത് മുതൽ പല വിവാദങ്ങൾക്കും സാക്ഷിയായി. അവസാനം അത് പരസ്യ പോരിലേക്ക് തന്നെ എത്തുന്ന സാഹചര്യമുണ്ടായി. എടവണ്ണപ്പാറയിൽ ആദർശ സമ്മേളനം വിളിച്ചുകൊണ്ട് തന്നെ ലീഗ് അനുകൂല ചേരി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള മുക്കം ഉമർ ഫൈസിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം തന്നെ പാസ്സാക്കുന്ന സാഹചര്യമുണ്ടായി. പരസ്യമായി തന്നെ അത് വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി. മറുഭാഗത്താണെങ്കിൽ PMS സലാമിനെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരികൾ ലീഗ് നേതൃത്വത്തിന് കത്ത് നൽകുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പല വിവാദങ്ങളും ഈ കാലയളവിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തിലടക്കം ജിഫ്രി തങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനമായിക്കൊണ്ട് PMS സലാം രംഗത്തെത്തുകയും പിന്നീട് PMS സലാമിനെ തന്നെ ലീഗ് നേതൃത്വം തള്ളിപ്പറയുകയും ചെയ്തു. ഇത്തരത്തിൽ പല വിവാദങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ സമസ്ത നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. രണ്ട് വിഭാഗങ്ങളെയും ഒരുമിച്ചെത്തിക്കൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പരിഹാരം കാണുമെന്നുള്ളൊരു ഉറപ്പാണ് ഇരു വിഭാഗത്തിനും ഇപ്പോൾ നേതൃത്വം നൽകിയിരിക്കുന്ന ഉറപ്പ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ വന്ന പരസ്യ പ്രസ്താവനയിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ, അല്ലെങ്കിൽ സുപ്രഭാതത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾക്ക് പരസ്യ ശാസനം നൽകിയെന്നുള്ള വാർത്ത സുപ്രഭാതം തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഓരോ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണാനുള്ള ഒരു നീക്കം ഇപ്പോൾ സമസ്തയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സമസ്ത നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് വിദേശയാത്ര കഴിഞ്ഞ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും. തുടർന്ന് സാദിഖ് അലി തങ്ങളും ജിഫ്രി തങ്ങളും ആദ്യം ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചില വിഷയങ്ങൾ ധാരണയാക്കിയ ശേഷമായിരിക്കും ഇത്തരത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ജിഫ്രി തങ്ങൾക്കൊപ്പം തന്നെ ആലിക്കുട്ടി മുസ്ലിയാർ, MT അബ്ദുൽ മുസ്ലിയാർ, കൊയ്യോട് ഉമർ മുസ്ലിയാർ അടക്കമുള്ള സമസ്തയുടെ ഔദ്യോഗിക ഭാരവാഹികളടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി തങ്ങളടക്കമുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ അത്തരം മധ്യസ്ഥ ചർച്ചകൾ വൈകാതെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇരു കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അടുത്ത സമസ്തയുടെ മുഷാവറ യോഗത്തിന് മുമ്പായി തന്നെ ഇത്തരമൊരു ചർച്ച, എന്തായാലും മധ്യസ്ഥ ചർച്ച നടക്കുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുന്നു. ഈ മുഷാവറ യോഗം തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വിവിധ ചേരികൾ, ലീഗ് അനുകൂല ചേരിയും വിരുദ്ധ ചേരികളും നിരവധി കത്തുകളാണ് സമസ്ത മുഷാവറയ്ക്ക് ഇപ്പോൾ തന്നെ നൽകിയിരിക്കുന്നത്. അത് ജിഫ്രി PMS സലാമിനെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ നിലപാട് കടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് അനുകൂല ചേരികൾക്കൊപ്പം നിൽക്കുന്ന സമസ്തയിലെ തന്നെ കീഴ്ഘടകങ്ങളിലെ പ്രതിനിധികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് വിരുദ്ധ ചേരി കത്ത് നൽകുന്നു. മുക്കം ഉമർ ഫൈസിക്കെതിരെയും അതുപോലെ തന്നെ മുക്കം ഉമർ ഫൈസിക്കൊപ്പം സമസ്ത ആദർശവേദികൾ നടത്തിയ ചില പണ്ഡിതന്മാർക്കെതിരെയും കീഴ്ഘടക പ്രതിനിധികൾക്കെതിരെയും നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് അനുകൂല ചേരി കത്ത് നൽകുന്നു. ഇത്തരത്തിൽ നിരവധി കത്തുകളാണ് സമസ്ത മുഷാവറയ്ക്ക് മുമ്പാകെ ഉള്ളത്. അത്തരം കത്തുകൾ കൂടി പരിഗണിക്കേണ്ട ഒരു മുഷാവറ യോഗത്തിന് മുമ്പായിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു മധ്യസ്ഥ ചർച്ച അല്ലെങ്കിൽ മധ്യസ്ഥ നീക്കം സമസ്ത നേതൃത്വം നടത്തുന്നത് എന്നുള്ളതും ഏറ്റവും നിർണായകമാണ്. സുജിയ. അഷ്കർ അലി, ഇതിൽ ലീഗിനെ അനുകൂലിച്ച് നിൽക്കുന്നവർ, അതുപോലെ തന്നെ ലീഗ് വിരുദ്ധ നിലപാടെടുക്കുന്നവർ, അതിൽ കഴിഞ്ഞ ദിവസം വന്ന അസ്ഹരിയുടെയൊക്കെ പ്രതികരണങ്ങൾ അഷ്കർ കണ്ടു കാണുമല്ലോ. ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലിലേക്ക്, പരസ്യ പ്രതികരണങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു അപകടകരമായ സാഹചര്യം കൂടി മുന്നിലില്ലേ?
സമസ്ത പിളർപ്പിലേക്കോ എന്നുള്ള ചോദ്യം വരെ ഉയർന്നൊരു സാഹചര്യമുണ്ടായി. 1989 സമസ്ത ഇത്തരത്തിൽ ലീഗുമായുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു നേരത്തെ സുജിത് സൂചിപ്പിച്ചതുപോലെ അബ്ദുൽ ഹക്കീം അസ്ഹരി റിപ്പോർട്ടിലൂടെ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. AP വിഭാഗം അല്ലെങ്കിൽ കാന്തപുരം വിഭാഗം തന്നെ ഇത്തരത്തിൽ നിന്ന് സമസ്തയിൽ നിന്ന് പിളർന്ന് രണ്ടാമതൊരു സമസ്ത കൂടി രൂപീകരിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നതും ഇതേ ലീഗ് ബന്ധം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു. സമാനമൊരു സാഹചര്യം തന്നെ സമസ്തയിൽ ഉടലെടുത്തു എന്നാണ് പല നിരീക്ഷകരടക്കം വിലയിരുത്തുകയും ചെയ്തിരുന്നത്. കാരണം അതേപോലെ തന്നെ ലീഗുമായുള്ള ബന്ധം ഉയർത്തി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വാദിഖ് തങ്ങളുമായി ബന്ധപ്പെട്ട പാണക്കാട് കാളി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ സമസ്തക്കകത്ത് ചേരിപ്പോര് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്വാദിഖ് തങ്ങൾക്കെതിരെ സമസ്ത കേന്ദ്ര മുഷാവറം കൂടിയായിട്ടുള്ള മുക്കം ഉമർ ഫൈസി തന്നെ പരസ്യ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. സ്വാദിഖ് തങ്ങൾക്ക് കാസിയാകാൻ യോഗ്യതയില്ല എന്ന് പരോക്ഷമായെങ്കിലും പലതവണ ഉമർ ഫൈസി മുക്കം പറയുന്നുണ്ടായി. പിന്നീട് അദ്ദേഹം സ്വാദിഖ് തങ്ങൾക്കെതിരെ അല്ല താൻ പറഞ്ഞതെന്ന് ആവർത്തിച്ചെങ്കിൽ പോലും കാളി ഫൗണ്ടേഷൻ നിലപാടുകൾക്കെതിരെ തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. കാളി ഫൗണ്ടേഷന്റെ പ്രവർത്തനം സമസ്തയുടെ കീഴ്ഘടകമായിട്ടുള്ള മഹല്ല് കൂട്ടായ്മകളുടെ സംഘടനയായിട്ടുള്ള സുന്നി മഹല്ല് ഫെഡറേഷന്റെ SMFന്റെ സമാന്തരമായിട്ടാണ് ഈ കാളി ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നത്. അത് സമസ്തയ്ക്ക് ബദലായി മാറുന്നു എന്നുള്ള വിമർശനങ്ങളടക്കം ഇത്തരത്തിൽ ലീഗ് വിരുദ്ധ ചേരികൾ കൃത്യമായി ഉന്നയിച്ചിരുന്നു. അവരൊക്കെ തന്നെ സ്വാദിഖ് തങ്ങൾക്കെതിരെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് തിരിച്ചും അതേ ഒരു നിലപാടിലേക്ക് ലീഗും എത്തിയത്. സമസ്തയുമായുള്ള വിഷയങ്ങളിൽ മുക്കം ഉമർ ഫൈസിയുമായുള്ള വിഷയങ്ങളിൽ ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കില്ല. മുക്കം ഉമർ ഫൈസിയെ കേന്ദ്ര മുഷാവറംഗ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ശക്തമായ നിലപാടിലേക്ക് ലീഗ് നേതൃത്വം എത്തിയത്. ലീഗ് നേതൃത്വത്തിന്റെ ലീഗ് അനുകൂല നിലപാടെടുക്കുന്നവരെയും വിരുദ്ധ നിലപാടെടുക്കുന്നവരെയും ഒന്നിച്ചു വിളിച്ചുകൊണ്ടുള്ള ചർച്ചകളിലൂടെ മുഷാവറ യോഗം 11-ാം തീയതി ചേരുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണിപ്പോൾ നടക്കുന്നത്. അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്.